എല്ലാവർക്കും സുഖം തന്നെയാണോ? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നത് കേട്ടോ. ഇന്നൊരു അടിപൊളി ലഞ്ചാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ലീവാണ്. അതുകൊണ്ട് ഒരു കുറച്ച് അടിപൊളിയായിട്ടുള്ള ലഞ്ചാണ്. ഒരു കബാബ് ഉണ്ടാക്കണം. പിന്നെ രണ്ട് ഐഡിയ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അത് ഒന്ന് വറുക്കണം, ഒന്ന് മുളകിടണം. അങ്ങനെയൊക്കെ ആണ്. അത്രയല്ലേ വേണ്ടു. അധികം ആളും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലോണം കഴുകി അതിൻ്റെ എല്ലില്ലാത്ത പീസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് 2 ദിവസത്തേക്കും കൂടി റെഡിയാക്കി ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. നാളെ ഒരു ബിരിയാണി ഉണ്ടാക്കണം, പിന്നെ മറ്റന്നാൾ ഒരു ചെറിയൊരു പരട്ടോ എന്തെങ്കിലും ഉണ്ടാക്കണം. അതിനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് വലിയ കോഴിയായിരുന്നേ, അതുകൊണ്ട് 2 അങ്ങനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുക. അങ്ങനെ കൊണ്ടുവന്ന അങ്ങനെ അങ്ങ് ഉപയോഗിക്കുന്ന പരിപാടിയൊന്നുമില്ല. എടുത്ത് വെക്കും, മാറ്റി വെക്കും. അപ്പോൾ ഈ അയില കട്ട് ചെയ്യാനാണേ. നല്ല അയിലായിരുന്നു, ഫ്രഷ് അയിലയാണ്. അതൊന്ന് മുളകിടണം, പിന്നെ ഒന്ന് വറുക്കണം. തല നമ്മൾ ഈ അയിലയുടെ തല പിന്നെ മുളകിടുന്നതിൽ ഞാൻ ഇടുകയാണ് ചെയ്യുക. നല്ലോണം ഉള്ളൊക്കെ കഴുകിയിട്ട്. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കഴിക്കുമോ അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മളങ്ങനെ ചെയ്യും. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു വെള്ളരിക്ക വാങ്ങിയിട്ടുണ്ടായ അതൊന്ന് കാളം വെക്കണം. അതിന് വേണ്ടിയിട്ട് അത് പിന്നെ തോലൊക്കെ കട്ട് ചെയ്യുന്നു. പണ്ടൊന്നും നമ്മൾ തോലൊന്നും കട്ട് ചെയ്യത്തില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം മെഡിസിൻ എന്തൊക്കെയോ അടിച്ചിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് തോലൊക്കെ കട്ട് ചെയ്ത് മഞ്ഞളും കുറച്ച് ഉപ്പൂട്ട് നല്ലോണം വേവിച്ചിട്ട് പിന്നെ തേങ്ങ അരച്ചിട്ട് മോരും തൈരും ഒഴിച്ച് അത്ര തന്നെ തേങ്ങയും ജീരകവും മുളകും മഞ്ഞളും ഇട്ട് ഞാനൊന്ന് പൊടിക്കുവേ. എന്നിട്ട് തൈര് ഒഴിച്ച് അരക്കും. അപ്പോൾ നല്ല അരവായിരിക്കും. പിന്നെ ഇത് കണ്ട അയിലയുടെ മുളകിടുന്ന ഒരു കഷ്ണം പുളി. അതൊക്കെ എൻ്റെ വേഗമുള്ള പണിയാണ്, സ്പീഡ് പണിയാണ്. സാധാരണ ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കും. ഇത് പുളി ഒരു പിടി ഇട്ടു, കാരണം കുറേ പണിയുണ്ട്. അതുകൊണ്ട് കേട്ടോ. പച്ചമുളക്, തക്കാളി, മുളക്, മഞ്ഞൾ, ഉപ്പ്, ഇതൊക്കെയാണ് നമ്മൾ കറിവേപ്പില. ഇതാണ് നമ്മൾ മുളകിടുന്നത്. പിന്നെ തലശ്ശേരി ഭാഗത്തുള്ള മുളകിടലാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെയെല്ലാം ഉള്ളിയൊക്കെ ഇടും. ഞങ്ങൾ ഉള്ളിയൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ തേങ്ങ. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ, കറിക്കല്ല ഒരു തോരനുണ്ടാക്കണം, അതിൻ്റെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് മാത്രം സ്വന്തമുള്ള കാര്യമല്ലേ. അതൊന്നും ആർക്കും കൊടുക്കത്തില്ല. കാരണം വെച്ചാൽ ഇവരെയൊക്കെ വിളിച്ചാൽ പോലും ആരും വരത്തില്ല. പിന്നെ ഞാൻ തന്നെ വിളിക്കും. അങ്ങനെ തേങ്ങ ചിരടി. പിന്നെ നമുക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്തു, ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ഇതൊന്നും വെച്ചില്ല, ഫ്രൈ പാനൊന്നും വെച്ചില്ല. കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് കബാബിൻ്റെ സെറ്റ് ചെയ്യണ്ടേ. കബാബ് എന്ന് പറഞ്ഞാൽ എൻ്റെ കബാബ്, എൻ്റെ മാത്രം കബാബാണേ. കബാബ് പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അത് എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം വെച്ചാൽ എന്തൊക്കെയോ ഇവർ ചേർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയിടും, നല്ല ഉപ്പിടും, തൈര്, പിന്നെ കോൺഫ്ലവർ പൗഡർ, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇത്രയൊക്കെ തന്നെ. കുറച്ച് ലെമണിൻ്റെ നീരും. ഇത് കോൺഫ്ലവറാണ് ഇടുന്നത്. ഇതാണ് എൻ്റെ കബാബ്. ഇത് നിങ്ങൾ വിചാരിക്കും ഇതാണോ കബാബ് എന്ന്. ഇതാണ് ഒരു മുട്ടയുടെ വെള്ളം കുറച്ച് ഒഴിക്കും കേട്ടോ. ഇതാണ് എൻ്റെ കബാബ്. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കും. നല്ലോണം ഒന്ന് അത് സെറ്റായി കിട്ടും. അപ്പോൾ എന്നിട്ട് വറക്കും. ഇതാണ് കുട്ടികൾ ഭയങ്കര പരാതിയാണ്. ആ പൊടി ഉപയോഗിക്കണം തന്നെ അവർക്ക്. അപ്പോൾ പൊടി ഉപയോഗിച്ചിനെന്ന് ഞാൻ പറയും. അപ്പോൾ പിന്നെ സമാധാനമായി. അവർക്ക് അത് ടേസ്റ്റ് വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമില്ല. പൊടി ഇടണമെന്ന് മാത്രമേ അവർക്കുള്ളൂ. അപ്പം ഞാൻ പൊടി വാങ്ങാറേ ഇല്ല കേട്ടോ. ഒരു പൊടി ഞാൻ വാങ്ങാറില്ല. എല്ലാം പൊടിച്ചിട്ട് ആണ് പരിപാടി. ഗരം മസാല വരെ ഞാൻ പൊടിക്കും. എൻ്റെ മീനിന് ഞാൻ ഫുഡ് കൊടുക്കാൻ മറന്നുപോയി. അതിൻ്റെ ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ. അതിന് ഇത് മാറ്റണം, ബോട്ടിൽ പാവം. അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ മീൻ വറുക്കാൻ വെച്ചു. പിന്നെ അതിന് ശേഷം നമുക്കൊരു പാവക്കയും ഒരു ക്യാരറ്റ് തോരൻ ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത് ചെറുങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ അപ്പം മീൻ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇനി കുറച്ചും കൂടി പണിയുണ്ട്. അതങ്ങ് നമ്മൾ ഞാൻ കറിക്ക് അരക്കാൻ നോക്കിയപ്പം കറണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം വരെ വന്നിട്ടില്ല. അതുകൊണ്ട് കറിയുടെ ഇതിൽ കാണുന്നില്ല, വീഡിയോയിലില്ല കറി ഉണ്ടാക്കുന്നത്. കറി വേവിച്ച് വെച്ച് മാത്രമേ ഉള്ളൂ. കറി ഉണ്ടാക്കുന്നത് ഒന്നുമില്ല. മസ്റ്റ് കാളൻ എല്ലാവർക്കും അറിയുന്നതല്ലേ. മുളകിട്ട അയില നിങ്ങൾക്ക് കാണുമ്പോൾ നാവിൽ വെള്ളം ഊറുന്നുണ്ടോ? ഉണ്ടാവില്ലേ, സാരമില്ല, കുഴപ്പമില്ല. പിന്നെ നമുക്ക് പിന്നെ ഇതൊക്കെ ഈ ചീനച്ചട്ടി ആയിട്ട് വേണം ഈ ചീനച്ചട്ടി ഇവിടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഉള്ളി പൊളിക്കുകയാണേ. ഉള്ളിയും തേങ്ങയും നല്ലോണം ഇടും. കയ്പ്പ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ക്യാരറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഭയങ്കര കയ്പ്പാകുമ്പോൾ പിള്ളേർ കഴിക്കത്തില്ല. പിള്ളേരെല്ലാം ചെറിയ ആൾ കഴിക്കത്തില്ല, എത്ര കയ്പ്പായാലും ഇല്ലെങ്കിലും. മുളക് പൊടി, മഞ്ഞൾ പൊടി,
2 വെളുത്തുള്ളി, 1 ഉള്ളി, ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ലോണം ഞെരടും ഞാൻ. നല്ലോണം ഞെരടുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അത് ചെയ്യണം കേട്ടോ. അതാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഇത് നമുക്ക് അയില ഒന്ന് തിരിച്ചിടണ്ടേ. അങ്ങനെ അയില തിരിച്ചിടുന്നതാണേ. നല്ല അയില ആയതുകൊണ്ട് വേഗം പൊളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നല്ല അയിലയല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു വരാൻ ഭയങ്കര പാടാണ്. ഇത് ഒട്ടിപ്പിടിക്കും. എനിക്ക് തോന്നിയതാണോ എന്തോ എനിക്കറിയില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ നമുക്കധികം അടുത്തത് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അത് പാവയ്ക്കത് അതിലിടും കേട്ടോ. അപ്പം ഇത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ചോറ് വെക്കാൻ. കാരണം വെച്ചാൽ ഇനി ഇൻഡക്ഷൻ ഇല്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഇതിലെ ഗ്യാസ് തന്നെയാണ്. അപ്പോൾ ഒഴിഞ്ഞൊഴിഞ്ഞ് വരണ്ടേ. 3 ബർണറുള്ള ഗ്യാസാണ്. അപ്പോൾ പിന്നെ അത് ഓരോന്നോരോന്നോരോന്ന് കഴിയുമ്പോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അരി ഇടുകയാണേ. അരി കഴുകിയിട്ടു. അതിന് തിളക്കണം. തിളച്ചിട്ട് ഞാൻ കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയാണ് ചെയ്യുക. പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നാളെ പുട്ടിനുള്ള അരി പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുഴുങ്ങലും പച്ചയും കൂടി വെള്ളത്തിലിട്ട് വെക്കുന്ന പരിപാടിയാണ്. ഞാൻ അരിപ്പൊടിയൊന്നും വാങ്ങാറില്ല കേട്ടോ. ഗോതമ്പ് പൊടി ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് വാങ്ങുന്നതാണ്. ഇവിടെ എല്ലാം ബുദ്ധിമുട്ടാണ്. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഒക്കെ പൊടിയൊക്കെ പാറും. നമ്മൾ ഗോതമ്പ് വാങ്ങി പൊടിക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അത് ഇഷ്ടമായിട്ട് ചെയ്യുന്നതല്ല, ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നുണ്ട്. കബാബ് ഉണ്ടാക്കുന്നുണ്ട്. കബാബ് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ കറി ഇനിയും ആയിട്ടില്ല. കറി ആവണം. കാരണം വെച്ചാൽ കറണ്ട് വരണം. അതാണ്. പിന്നെ ഇതെടുത്ത് വെച്ചു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.